शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ബാബ മുരളിയിലൂടെ ഒരുപാട് നമുക്ക് ശക്തി തരുന്നു, ജ്ഞാനരത്നങ്ങൾ നിറച്ചു തരുന്നു. ബാബയെ ഓർമ്മിക്കാനും കൂടി വേണ്ടിയാണ് ഈ മുരളി. അപ്പോൾ ഇന്ന് ബാബ ഒരുപാട് പുണ്യം ചെയ്യാൻ പറയാണ്, സേവനം ചെയ്യാൻ പറയാണ്. അതെങ്ങനെ, അത് കേൾക്കാം. ഇന്ന് ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നത്തെ ഡേറ്റ് 10/9/2022. बाबा പറഞ്ഞു തരികയാണ്. मीठे बच्चे आपस में मिलकर इसी कलयुगी दुनिया से दुख के छप्पर को उठाना है, बाप को याद करने का पुण्य करना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, പരസ്പരം നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ കലിയുഗ ലോകത്തിൽ നിന്ന് ദുഃഖത്തിൻ്റെ, ഇപ്പോൾ കലിയുഗം എന്ന് പറയുന്നത് വളരെ വലിയൊരു ലോകമാണ്. ഈ കലിയുഗ ലോകത്തിൻ്റെ മേൽക്കൂര ഇത് നമ്മളെല്ലാവരും ചേർന്ന് പൊക്കിയെടുക്കണം എന്നാണ് ബാബ പറയുന്നത്. ഉയർത്തിയെടുക്കണം. ബാബയെ ഓർമ്മിക്കുന്ന പുണ്യം ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പുണ്യമാണ് ബാബയെ ഓർമ്മിക്കുന്ന പുണ്യം. ചോദ്യം, ज्ञान की अविनाशी प्रारब्ध होते हुए भी
कई बच्चों के पुण्य का खाता जमा होने के बजाय ख़त्म क्यों हो जाता है? ജ്ഞാനത്തിൻ്റെ അവിനാശി സമ്പാദ്യം അല്ലെങ്കിൽ പ്രാലബ്ധം ഉണ്ടാകുന്നുണ്ട് നമുക്ക്, നമ്മൾ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ. പക്ഷേ അതിനിടയ്ക്ക് ചില കുട്ടികളുടെ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരണമാകുന്നതിന് പകരം അതെന്തുകൊണ്ടാണ് ഇല്ലാതാവുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. ചില കുട്ടികൾക്ക് ചില സമയത്ത് അവരുടെ പുണ്യത്തിൻ്റെ സമ്പാദ്യം ഒന്നില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അത് നശിച്ചു പോവും. അതെന്തുകൊണ്ട്? ഇന്നത്തെ ഉത്തരം, ക്യോങ്കി पुण्य करते करते बीच में पाप कर लेते. ज्ञानी तो आत्मा कहलाते हुए संगदोष में आकर कोई पाप किया तो उस पाप के कारण किए हुए पुण्य खत्म हो जाता है. അപ്പോൾ ഇന്ന് ബാബ ഇതിൻ്റെ ഉത്തരം പറഞ്ഞിരുന്നത്, ചില കുട്ടികൾ പുണ്യം ചെയ്ത് പിന്നെ ഇടയിൽ പാപം ചെയ്യും. ജ്ഞാനി ആത്മാവാണെന്ന് വിളിക്കപ്പെട്ടിട്ട് കൂടെ സംഘദോഷത്തിൽ, മോശമായ കൂട്ടുകെട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പാപം ചെയ്താൽ എന്തു സംഭവിക്കും? ഈ പാപം കാരണം ചെയ്തു വെച്ച പുണ്യം അവിടെ നശിക്കും. അടുത്ത പോയിന്റ്, ബാപ് കാ ബൻകർ കാം വികാർ की चोट खाई, बाप का हाथ छोड़ा तो पहले से ही अधिक पापात्मा बन जाते. രണ്ടാമത്തെ പോയിന്റ് ബാബ പറയുന്നത്, ബാബയുടെ കുട്ടിയായതിനു ശേഷം കാമവികാരത്തിൻ്റെ മുറിവേറ്റാൽ, പരിക്കേറ്റാൽ, ബാബയുടെ കൈ വിട്ടുപോയാൽ ആദ്യത്തെക്കാളും കൂടുതൽ പാപം ഉണ്ടാവും, പാപാത്മാവാകും. तो उसे कुल കളങ്കിത് കഹാ ജാത്ത ഹെ. അപ്പോൾ അവരെ കുലകളങ്കിതർ എന്ന് വിളിക്കും, കുലത്തെ കളങ്കപ്പെടുത്തുന്ന ആത്മാന്ന് വിളിക്കും. तो वो बहुत कड़ी सजा के बागी बन जाता है. അവർ ഒരുപാട് കടുത്ത ശിക്ഷകൾക്ക് പങ്കാളിയായിട്ട് മാറും. तो सदगुरु की निंदा कराने के कारण उन्हें टौर मिल नहीं सकता. സദ്ഗുരുവിനെ നിന്ദിച്ചത് കാരണം അവർക്ക് ലക്ഷ്യത്തിലെത്താനും പറ്റില്ല. ഒന്ന്, അവർക്ക് ശിക്ഷ കിട്ടും. അടുത്തത്, സദ്ഗുരുവിനെ നിന്ദിക്കുന്നത് കാരണം അവർക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താനും പറ്റില്ല. ഇത്രയും നഷ്ടങ്ങളാണ്. ഓം ശാന്തി. रूहानी बाप रूहानी बच्चों के साथ रूह रिहान कर रहे हैं. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികളുടെ കൂടെ ആത്മീയ സംഭാഷണം നടത്തുകയാണ്. യഹ് തോ ആത്മാ ജാൻതി ഹേ कि एक ही हमारा बेहद का बाप है, वह तो बच्चे समझ गए हैं. മനസ്സിൽ ഹേ മുക്തി ജീവൻ മുക്തിക്ക്. അപ്പം ആത്മാവിനറിയാം നമ്മുടെ ഒരേ ഒരു പരിധിയില്ലാത്ത അച്ഛനാണ് ബാബ. കുട്ടികൾ മനസ്സിലാക്കിയത്. എന്താണ് നമ്മുടെ ലക്ഷ്യം? ബാബ പറഞ്ഞിരുന്ന ലക്ഷ്യം മുക്തി ജീവൻ മുക്തിയാണ്. മുക്തി के लिए याद की यात्रा जरूरी है और जीवन मुक्ति के लिए रचना के आदि मध्य अंत को जानना जरूरी है. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മുക്തിക്ക് വേണ്ടി ബാബ പറയാണ് ഓർമ്മയുടെ യാത്ര വളരെ അത്യാവശ്യം. എത്രത്തോളം യോഗശക്തിയുണ്ടോ അത്രത്തോളമാണ് മുക്തി. അടുത്തത് ജീവൻ മുക്തിക്ക് വേണ്ടി രചനയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയണം. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയണം. अब हे दोनों ही सहज സൃഷ്ടി കാ 84 ജന്മോ കാ ചക്ര ഫിർത്താ രഹത്താ ഹെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് രണ്ട് സഹജമാണ്. മുക്തിയും ജീവൻ മുക്തിയും വളരെ സഹജമാണ്. സൃഷ്ടിയുടെ എന്ന് പറയുമ്പോൾ ബാബ പറയാണ് 84 ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 84 ജന്മങ്ങളുടെ ചക്രം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തും ബച്ചോങ്കി ബുദ്ധിമേ രഹ്നാ ചാഹിയേ. ഇത് കുട്ടികളുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, സൃഷ്ടിചക്രം. तो अब हमारा 84 का चक्र पूरा होता है. अब हमें जाना है वापस घर. ഇപ്പോഴാണെങ്കിലോ നമ്മളുടെ 84ൻ്റെ ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാവുകയാണ്. ഇപ്പം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങണം. अब वापस तो कोई जा नहीं सकते. തിരിച്ചാർക്കും പോകാൻ പറ്റില്ല. കാരണം പാപാത്മാ ഹേ. तो പാപാത്മായെ മുക്തി ജീവൻ മുക്തി മേ ജാ नहीं सकता. പാപാത്മാക്കൾ ഒരിക്കലും മുക്തി ജീവൻ മുക്തിയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പം ഇന്ന് ബാബ പറയുന്ന കാര്യം മുരളിയിൽ നമ്മളോട്, ജ്ഞാനികളായ നമ്മളോട് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? കാരണം ജ്ഞാനികൾ മുന്നോട്ട് പോകെ പാപം ചെയ്ത് വീണ്ടും പാപാത്മാവാവരുത്, ഉള്ള പുണ്യം ഇല്ലാതാക്കരുത്. അതിനാണ് ബാബ ഇത് ഓർമ്മിപ്പിക്കുന്നത്. പാപാത്മാക്കൾക്ക് ഒരിക്കലും മുക്തിയിലോ ജീവൻ മുക്തിയിലോ പോകാൻ പറ്റില്ല.
ऐसे ऐसे विचार करना होता है. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരു വീണ്ടും വിചാരം വേണം. നമ്മളൊന്ന് ചിന്തിക്കണം. ജോ കരേഗ സോ പായേഗ ഓർ ഖുഷി മേ രഹേഗ തഥാ ദൂസരോं को भी खुशी में लाएगा. ഒരാൾ ബാബയുടെ കുട്ടി എന്തു ചെയ്യുന്നോ അത് പ്രാപ്തമാക്കും, എന്തു ചെയ്യുന്നോ അത് പ്രാപ്തമാക്കും, എന്നിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കും, എന്നിട്ട് മറ്റുള്ളവരെയും സന്തോഷത്തിൽ കൊണ്ടുവരും എന്ന് ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്. തും ബच्चों को कृपा व मेहर करनी है सबको रास्ता बताने की. കുട്ടികൾ കൃപ കാണിക്കണം. ഏത് കാര്യത്തിലാണ് കൃപ കാണിക്കേണ്ടത്? സർവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്ന കൃപ. तो समझाना है तुम्हारी आत्मा सतो प्रधान से अब तमो प्रधान बन गई है इसलिए वापस जा नहीं सकता. ബാബ പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ ആത്മാവ് സതോ പ്രധാനത്തിൽ നിന്ന് ഇപ്പോൾ തമോ പ്രധാനമായി. അതിനാൽ തിരിച്ചു മടങ്ങാൻ പറ്റില്ല. പുക്കാർത്തെ ബി ഹേ പതിത പാവൻ വെച്ച് ജാനത്തെ ഹേ കി അഭി പുരുഷോത്തം സംഗമയുഗു ഹേ. വിളിക്കുന്നത് ബാബയെ പതിത പാവന എന്നാണ്. ഹേ പതിത പാവന. കുട്ടികൾക്കറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പുരുഷോത്തമ സംഗമയുഗമാണ്. तो ये भी किसको अच्छी रीति याद रहता है, किसको याद नहीं रहता है. ബാബ ഇതും പറഞ്ഞു തരികയാണ്, ചില കുട്ടികൾക്ക് ഇതെല്ലാം നല്ലതുപോലെ ഓർമ്മ വരുന്നു, ചില കുട്ടികൾക്ക് ഓർമ്മ വരുന്നില്ല ഇത് പുരുഷോത്തമ സംഗമയുഗമാണെന്ന്. ഗഡി ഗഡി ഭൂൽ ജാത്ത ഹെ, ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു. പരന്തു തുംകോ അഗർ സംഗമയുഗ യാദ് രഹേ തുബി ഖുഷി കാ പാര ചടാ രഹേ. പക്ഷെ നിങ്ങൾക്ക് സംഗമയുഗം ഓർമ്മ വന്നാലും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അളവ് കൂടിയേനെ എന്ന് ബാബ പറയാണ്. ബാപ് ടീച്ചർ യാദ് രഹേ തുബി ഖുഷി കാ പാര ചടാ രഹേ. അച്ഛനും ടീച്ചറും ഓർമ്മയുണ്ടെങ്കിലും സന്തോഷത്തിൻ്റെ അളവ് വർദ്ധിക്കും. സംഗമയുഗം ഓർമ്മയുണ്ടെങ്കിലും സന്തോഷത്തിൻ്റെ അളവ് കൂടും. അച്ഛനും ടീച്ചറും ഓർമ്മയുണ്ടെങ്കിലും സന്തോഷത്തിൻ്റെ അളവ് കൂടും. तो किसको बड़ा रोला बीच में पड़ता है, किसको തോടാ पड़ता है, पड़ता तो जरूर है. എന്നിട്ട് ബാബ ഇതും പറഞ്ഞു തരികയാണ്, എത്ര ധൈര്യമായിട്ട് മുന്നോട്ട് പോയാലും എത്ര പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോയാലും ചിലർക്ക് കുറച്ച് വിഘ്നം വരും, ചിലർക്ക് കൂടുതൽ വിഘ്നം വരും. എന്തായാലും വിഘ്നം വരുന്നു പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ. पड़ता तो जरूर है, कई ऊपर जाकर फिर नीचे आ जाते हैं. कोई की अवस्था अच्छी होती है तो दिल पर चढ़ जाता है, फिर नीचे गिरते हैं तो की कमाई छट हो जाती है. ചിലർ മേലെ വരെ പോവും, നല്ല ഉയർന്ന അവസ്ഥ വരെ പോയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നു. ചിലർ ബാബ പറയാണ്, ചിലരുടെ അവസ്ഥ വളരെ നല്ലതായിരിക്കും, അപ്പോൾ അവർ ഹൃദയത്തിൽ കയറിയിരിക്കും. പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ വീഴുമ്പോൾ എന്തു സംഭവിക്കും? ചെയ്തു വെച്ച സമ്പാദ്യം നഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ പോയിൻ്റ് അതാണ്, നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം നഷ്ടപ്പെടാൻ പാടില്ല. जैसे दुनिया में कितना दान पुण्य करते हैं इसलिए कि पुण्य आत्मा बने, फिर अगर पुण्य करते करते पाप कर्म करने लग पड़ते तो पाप आत्मा बन पड़ते हैं. അപ്പോൾ ലോകത്തിൽ എത്ര പേരാണ് ദാനപുണ്യങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് ദാനപുണ്യം ചെയ്യുന്നത്? പുണ്യാത്മാവായി മാറണം എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ്. പക്ഷേ പുണ്യകർമ്മം ചെയ്ത് ചെയ്ത് പിന്നെ പാപം ചെയ്യാൻ തുടങ്ങിയാലോ? എന്നാൽ പിന്നെ പുണ്യം മാത്രം ചെയ്യണ്ടേ? ഈ അറിവ് അവിടെയുള്ളവർക്കില്ല, പക്ഷേ നമുക്ക് ഈ അറിവുണ്ട്, ഇനി ഒരിക്കലും പാപം ചെയ്യാൻ പാടില്ല. അങ്ങനെ പാപകർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ വീണ്ടും പാപാത്മാവാകും. तो तुम्हारा पुण्य है बाप को याद करने में. നിങ്ങളുടെ പുണ്യം ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ബാബയെ ഓർമ്മിക്കുമ്പോഴും പിന്നെ യോഗയുക്തമായിട്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും. അപ്പോൾ ബാബ പറഞ്ഞു തരികയാണ്, യാദ് സേ ഹി തുമാരി ആത്മാ പുണ്യാത്മാ ബൻ ജാത്തി ഹെ. ഓർമ്മയിലൂടെയാണ് നിങ്ങളുടെ ആത്മാ പുണ്യാത്മാവാകുന്നത്. तो अगर बाप को ही भूल जाए, दूसरे के संग लग जाए तो बहुत पाप करने से जो कुछ पुण्य किया वो भी खत्म हो जाता है. നിങ്ങൾ ബാബയെ തന്നെ മറന്നുപോയാൽ, ബാബയല്ലേ നമുക്കെല്ലാം ചെയ്തു തരുന്നത്, ബാബയെ തന്നെ മറന്നുപോയാൽ, മറ്റുള്ളവരുടെ മോശമായ കൂട്ടുകെട്ടിൽ പോയാൽ, ഒരുപാട് പാപം ചെയ്താൽ എന്തെല്ലാം പുണ്യം ചെയ്തോ അതെല്ലാം ഇല്ലാതാവും. तो समझो आज दान पुण्य करते हैं, सेंटर खोलते हैं, कल फिर बेमुख हो जाते हैं, तो पहले से ही जास्ती गिर जाते हैं क्योंकि पाप करते हैं. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കൂ, ഇപ്പോൾ ദാനപുണ്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
ഒരുപാട് സെൻറ്ററൊക്കെ ഓപ്പൺ ചെയ്തു. പക്ഷേ നാളെ ബാബയിൽ നിന്നും മുഖം തിരിച്ചു പോയി എന്ന് വെച്ചാൽ പണ്ടത്തേക്കാളും കൂടുതൽ താഴോട്ട് വീണ് അധപതിക്കും. കാരണം എന്താ? ഒരു പാപം ചെയ്യുമ്പം വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള ടെൻഡൻസി വളരും. तो वो खाता जमा के बदले ना हो जाता है. पहले बहुत अच्छी सर्विस करते थे, बात मत पूछो, फिर एकदम गिर जाता है. അപ്പോൾ പിന്നെ പാപം ചെയ്താൽ കണക്ക് കൂടുന്നതിന്, പുണ്യത്തിൻ്റെ കണക്ക് കൂടുന്നതിന് പകരം പുണ്യത്തിൻ്റെ കണക്ക് നോ ആവും, ഒന്നുമില്ലാത്ത അവസ്ഥയാവും. അപ്പോൾ ആദ്യം വളരെ നല്ലതായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ചോദിക്കേ വേണ്ട, എന്ത് സംഭവിക്കുന്നു? ഒറ്റയടിക്ക് താഴോട്ട് വീഴുന്നു. ഷാദി കർ ലേത്തെ ഹെ, पहले से भी जास्ती खराब हो जाता है. पाप करने से फिर वो पाप का बोझा चढ़ता जाता है. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ചില കുട്ടികൾ കുറേ വർഷങ്ങൾ സേവാധാരിയായിട്ട് കുമാരന്മാരോ കുമാരിമാരോ ഒക്കെ ആയിട്ട് ഇരുന്ന് കാണും. പിന്നെ അവിടെ പോയി കല്യാണം കഴിക്കും. അപ്പോഴത്തേക്ക് എന്തായി? അവരുടെ എല്ലാ സമ്പാദ്യവും തീരും. പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ഭാരം കൂടും. ജമാ ഓർ നാക്കി ജൈസെ കമായി സംഭാലി ജാത്തി ഹെ. എപ്പോഴും ഒരു ബിസിനസ്സുകാരൻ എത്ര സമ്പാദ്യമുണ്ട്, എത്ര ലാഭമുണ്ട്, എത്ര കൂട്ടി, എത്ര കുറഞ്ഞു, എന്തുകൊണ്ട് കുറഞ്ഞു, ഇതൊക്കെ അവർ ചെക്ക് ചെയ്യും. കൂടാനേ അവർ ശ്രമിക്കും. ബിസിനസ്സുകാരൻ്റെ സമ്പാദ്യം കൂടാനല്ലേ അവർ ശ്രമിക്കും. പരദിനു ബാത്തോം കോ ബി കൊയ് സംജിനെ വാല ഹി സംജെ. പക്ഷേ ഈ കാര്യങ്ങൾ പ്ലസ് ആകുന്നത് എങ്ങനെ, മൈനസ് ആകുന്നത് എങ്ങനെ, പാപം ഉണ്ടാകുന്നത് എങ്ങനെ, പുണ്യം ഉണ്ടാകുന്നത് എങ്ങനെ, ഇതെല്ലാം ഒരാൾ മനസ്സിലാക്കുന്ന ആളിനല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്നെ ചെക്ക് ചെയ്യുന്നുണ്ടോ, എനിക്ക് ഇന്നത്തെ ദിവസം മുഴുവനും പാപമാണോ അതോ പുണ്യമാണോ ഉണ്ടായത്. പാപ് ബി കൊയ് ഹൽക്ക കൊയ് ബഡാ ഹോത്താ ഹെ. പാപത്തിൽ വെച്ചും ചിലത് വളരെ കുറഞ്ഞ പാപമുണ്ട്, ലൈറ്റ് പാപം, ചിലത് വളരെ വലിയ പാപമുണ്ട്. കാം ക സബ്സെ ബഡാ കട ക്രോധ് ഹെ സെക്കൻഡ്, ലോബ് ഉൻസെ കം മോഹ് ഉൻസെ കം. അപ്പോൾ ഇതിൽ പാപം നമുക്ക് പറഞ്ഞു തരുന്നത്, ഏറ്റവും വലിയ പാപം, ഏറ്റവും കടുത്ത പാപം ഏതാണ്? അത് കാമം. ക്രോധം സെക്കൻഡ്, ലോഭം അതിനേക്കാൾ കുറവ്, മോഹം അതിനേക്കാൾ കുറഞ്ഞ പാപമാണ്. നമ്പർ വാർ ഹോത്താ ഹെ. ഒന്നും നിസ്സാരമൊന്നുമല്ല, എന്നാലും തമ്മിൽ ഭേദം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും വലുത് കാമമാണ്, പവർഫുൾ. काम की छूट खाने से फ़ायदा के बदल नुकसान हो जाता है, क्योंकि सदगुरु की निंदा कराई तो टौर पा न सके, वो दिल से उतर जाएंगे. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ കാമത്തിൻ്റെ ആഴത്തിലുള്ളൊരു മുറിവേറ്റാൽ, പരിക്കേറ്റാൽ ലാഭത്തിന് പകരം നഷ്ടമുണ്ടാവും. ഇത് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സദ്ഗുരുവിനെ നിന്ദിച്ചു. സദ്ഗുരുവിനെ നിന്ദിച്ച ആൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല, അതൊരു വലിയ നഷ്ടം. അടുത്ത നഷ്ടം എന്താണ്? വോ ദിൽ സെ ഉധർ ജായെങ്കിൽ, ബാബയുടെ ഹൃദയത്തിൽ നിന്നേ ഇറങ്ങും. അങ്ങനെ तो बाप का बनकर बाप को छोड़ देते हैं, फिर तो उसके कर्म पर भी होता है. कारण क्या है? അതായത് ബാബയുടെ കുട്ടിയായിട്ട് ബാബയെ ഉപേക്ഷിച്ച് പോയിന്ന് വെച്ചോ, അല്ലേ? പിന്നെ ബാബയെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം പിന്നെ അവർ ചെയ്യുന്ന കർമ്മം എന്താവും? എന്ത് സംഭവിക്കും? പിന്നെ അവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, പുണ്യകർമ്മം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവില്ല. കാരണം ക്യാ ഹേ ചൽ ന സഖാം. എന്തുകൊണ്ടാണ് അവർ ബാബയെ വിട്ടിട്ട് പോയത്? അവർക്കതിനനുസരിച്ച് നടക്കാൻ പറ്റുന്നില്ല, ബാബ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച്. അക്സർ കർക്കെ കാം കി ചോട്ട് ജാസ്തി ലഗ്തി ഹെ. വളരെ കൂടുതൽ ആൾക്കാർക്കും ബാബ പറയുന്നത്, ബാബയുടെ കൂടുതൽ ജ്ഞാനി ആത്മാക്കൾക്കും കാമത്തിൻ്റെ മുറിവാണ് ഏൽക്കുന്നത്. तो यही मुख्य दुश्मन है. कब सुना क्रोध की अफीजी जलाई नहीं, കാമി की ही बनाते हैं. അതായത് ആത്മാവിൻ്റെ ഒരു മുഖ്യ ശത്രു ബാബ പറഞ്ഞു തരികയാണ്, കാമമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ, ഈ ക്രോധത്തിൻ്റെ ബൊമ്മ ഉണ്ടാക്കി കത്തിച്ചെന്ന്? അല്ല, കാമത്തിൻ്റെയാണ് കത്തിച്ചിട്ടുള്ളത്. രാവൺ ടെഹര, രാവണനാണ്. രാവണനിലും ഏറ്റവും പ്രധാനം, രാവണൻ എന്താ ചെയ്തത്? രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോയില്ലേ? അപ്പോൾ അവിടെ ഏത് ദുർവികാരമാണ്? तो बाप कहते हैं काम पर जीत पाने से जगत जीत बनेंगे. ബാബ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, കാമത്തിൻ്റെ മേലെ വിജയം പ്രാപ്തമാക്കിയാൽ ജഗത്തിനെ ജയിക്കാം. ബിൽക്കുൽ ഹരാ ബൈട്ടെ ഹേ तो जीत के बदले हार हो जाती है. പൂർണ്ണമായിട്ടും ആത്മാക്കൾ തോറ്റ് തൊപ്പിയിട്ട് ഇരിക്കുകയാണെന്ന് പറയുകയാണ് ബാബ. എന്നിട്ട് വിജയിക്കുന്നതിന് പകരം തോൽക്കും.
तो बाप को बुलाते हैं, ഹേ പതിത പാവനാവോ, കാം സെ ബഹുത് പീഡിത ഹോത്തെ ഹെ. ബാബയെ വിളിക്കുകയാണ്, ഹേ പതിത പാവന വരൂ. ഈ കാമം കാരണം ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുകയാണെന്ന് ബാബ പറയാം, ഭയങ്കര വിഷമിക്കുകയാണ്. ഫിർ കേത്തെ ഹേ ബാബ കാല മൂവ് കർ ദിയ. പിന്നെയാണ് പറയുന്നത് ബാബ മുഖം കറുപ്പിച്ചു എന്നൊക്കെ പറയാണ്. ബാബ കഹെങ്കെ തും തോ കുല കളങ്കിത് ഹോ. മുഖം കറുപ്പിച്ച ഉടനെ ബാബ എന്ത് പറയും? നീ കുലത്തിനെ കളങ്കപ്പെടുത്തി, അപമാനിച്ചു, പേര് ചീത്തയാക്കി. ക്രോധ് വാ മോഹക്കേലിയ എസാ നെഹി കഹെങ്കെ. ഇപ്പോൾ ക്രോധിച്ചാലോ ഒരിത്തിരി മോഹം പാശത്തിലൊക്കെ പെട്ടുപോയാലോ ഒന്നും ഇങ്ങനെ പറയില്ല. സാരാം ആധാർ ഹേ കാംപർ, മുഴുവനും ആധാരം കാമമാണ്. ബുലാത്തെ ഹേ പതിത പാവൻ ആവോ, ബാപ്പ് ആയാ ഹേ ഫിർ ബി പതിതു ബനത്തെ രഹേ തോ ബാപ്പ് ക്യാ കഹെങ്കെ. വിളിക്കുകയാണ് ബാബയെ, പതിത പാവന വരൂ. അപ്പോൾ ബാബ വന്നിരിക്കുകയാണ്, വീണ്ടും പതിതമായിക്കൊണ്ടിരുന്നാലോ ബാബ എന്തു പറയും? തോ സാധു സന്ത ആദി സബ് കോയി പുക്കാർത്തെ ഹേ പതിത പാവൻ ആവോ. സന്യാസിമാർ അവരും വിളിക്കുന്നുണ്ട്, പതിത പാവന വരൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവരും പതിതമാണെന്നല്ലേ. തോ അർത്ഥ കോയി നഹി സമസ്തേ, കോയി മനത്തെ ഹേ ഹാ ആനെ വാലാ ഹേ ജോ നയി ദുനിയ സ്ഥാപൻ കരെങ്കെ. പക്ഷെ ഇതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ബാബയെ വിളിച്ചാൽ വരില്ലേ എന്നുള്ളത്. അപ്പോൾ സന്യാസിമാർ പിന്നെ കുറച്ച് പേരൊക്കെ ഭക്തന്മാർ ഇത് അംഗീകരിക്കുന്നുണ്ട്. ആ വരും, ഭഗവാൻ വരും എന്ന് അംഗീകരിച്ച് അവർ കാത്തിരിക്കുന്നുണ്ട്. ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യും? പുതിയ ലോകം സ്ഥാപിക്കും. परंतु टाइम बहुत लंबा दे देने से घोर अंधियारे में गिर पड़ते हैं, ज्ञान और अज्ञान है ना. പക്ഷേ ഈശ്വരൻ വരാൻ ഇനിയും കുറേ സമയം ഉണ്ടെന്നല്ലേ പറയുന്നത്. കലിയുഗത്തിന് 40,000 വർഷം ബാക്കിയുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഘോര അന്ധകാരത്തിൽ വീണ്ടും താഴോട്ട് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ജ്ഞാനവും അജ്ഞാനവും. അജ്ഞാനത്തിലുള്ളവർ ഇനിയും കാത്തിരിക്കുകയാണ്. ജ്ഞാനികൾ എന്ത് പറയും? ബാബ വന്നു കഴിഞ്ഞു. तो बाप समझाते भक्ति में तुम किसकी पूजा करते हो उसे जानते ही नहीं, तो वो भक्ति किस काम की. ബാബ മനസ്സിലാക്കി തരികയാണ്, ഭക്തിയിൽ നിങ്ങൾ ആരുടെയെങ്കിലും പൂജ ചെയ്താൽ ബാബ പറഞ്ഞു തരികയാണ്, യഥാർത്ഥത്തിൽ ആ പൂജിക്കുന്ന ആളിനെ ഭക്തൻ അറിയുന്നേയില്ല. അപ്പോൾ പിന്നെ ആ ഭക്തി എന്തിനു കൊള്ളാം? तो ना जानने के कारण जो कुछ करते हैं निष्फल हो जाता है. मनुष्य समझते हैं दान पुण्य करने से फल मिलता है. ആ ഭക്തി ചെയ്യുന്ന ആൾ ആരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്? ആളിനെ അറിയാത്തത് കൊണ്ട്, അറിയാതെ ചെയ്ത, ഇന്ന് ബാബ ആ ഒരു സിദ്ധാന്തം പറഞ്ഞു തരികയാണ്, അറിയാതെ ചെയ്ത ഒരു കർമ്മം നിഷ്ഫലമാണ്. അറിവോടുകൂടി ചെയ്യാത്തതിനാൽ, അർത്ഥം മനസ്സിലാക്കാതെ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അത് നിഷ്ഫലമായി. പിന്നെ സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് അറിഞ്ഞാലെന്ത്, അറിഞ്ഞില്ലെങ്കിൽ എന്ത്, ദാനപുണ്യം ചെയ്താൽ മതി, എങ്കിൽ അതിൻ്റെ ഫലം കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. അതിന് എത്ര ഫലം കിട്ടും? तो परंतु वो है अल्पकाल के लिए. അങ്ങനെ അറിയാതെ കാര്യം മനസ്സിലാക്കാതെ കർമ്മം ചെയ്താൽ എത്ര ഫലം കിട്ടും? അല്പകാലത്തെ ഫലം കിട്ടും. കാകവിഷ്ടാക്കെ സമാൻ സുഖം, കാക്ക കാഷ്ടത്തിന് സമാനമായ സുഖമാണ് കിട്ടുന്നത്. तो सन्यासी भी कहते हैं वो दुनिया में जो सुख मिलता है वो കാകവിഷ്ട സമാൻ है, ബാക്കി സബ് ദുഃഖ ഹി ദുഃഖ ഹേ. സന്യാസിമാരും പറയുന്നുണ്ട്, ഈ ലൗകിക ലോകത്തിൽ നിന്ന് കിട്ടുന്ന സുഖം കാക്ക കാഷ്ട സമാനമാണ്, ബാക്കിയെല്ലാം തന്നെ ദുഃഖമാണ്. ഒരിത്തിരി സുഖത്തിൻ്റെ കോട്ടിങ് കിട്ടും, ബാക്കിയെല്ലാം ദുഃഖമാണ്. അപ്പോൾ ബാബ ഇതൊക്കെ പറഞ്ഞു തരികയാണ്. ബാബ കേത്തെ മാമേകം യാദ് കരോ तो तुम्हारे सब दुख दूर हो जाएंगे, विचार करो हम कितना याद करते हैं. ബാബ പറഞ്ഞു തരികയാണ്, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവും. അപ്പോൾ ഇവിടെ എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ്? ബാബയെ ഓർമ്മിക്കണം. ബാബയെ ഓർമ്മിച്ചാൽ നമുക്ക് പുണ്യാത്മാവാകാം. जो पुराना हिसाब ख़त्म भी हो और नया जमा भी हो. പഴയ കണക്ക് തീരണം, പുതിയ കണക്ക് സമ്പാദിക്കണം. ഇത് രണ്ട് പണിയുണ്ട് നമുക്ക്, രണ്ട് കാര്യം ചെയ്യാനുണ്ട്. तो कितना कोई जमा करते हैं उसमें धन आदि की बात नहीं. ഒരാൾ എത്ര സമ്പാദിക്കുന്നു അതാണ് സംഘംയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ എത്രത്തോളം സമ്പാദിക്കുന്നു. അപ്പോൾ ബാബ പറയാണ്, ധനമല്ല, പുണ്യമാണ് സമ്പാദിക്കേണ്ടത്. ये तो है पाप कैसे मिटे, മൂല ബാത്ത് ഹേ പവിത്ര ബന്നേക്ക്. അപ്പോൾ ഇതുണ്ട്, പാപം എങ്ങനെ ഇല്ലാതാക്കാം, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമായ കാര്യം പവിത്രമാകുക എന്നുള്ളതാണ്. ऐसे भी नहीं समझो कि बाबा को लिखकर देने से कोई जन्म जन्मांतर का कदम हो जाएगा. അപ്പോൾ ബാബ നമുക്ക് പറഞ്ഞു തരികയാണ്, മുഖ്യമായിട്ടുള്ള കാര്യം പവിത്രമാകണം എന്നുള്ളതാണ്.
ഒരിക്കലും നിങ്ങളിങ്ങനെ വിചാരിക്കരുത്, ഞാൻ ബാബയ്ക്ക് എഴുതി കൊടുത്തല്ലോ, ഞാൻ കുറേ പാപം ചെയ്തിട്ട് ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് എഴുതി തരാൻ, ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എഴുതി തന്നാൽ നിങ്ങളുടെ ജന്മജന്മാന്തരത്തെ പാപം തീരുന്നൊന്നും അന്ധമായിട്ട് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കേണ്ടെന്ന്. പാപം ക ബോജ ജന്മജന്മാന്തർ ക ബോത്ത് ഹേ. പാപങ്ങളുടെ കണക്ക് ജന്മജന്മാന്തരം ശരിക്കുണ്ട്. ഏ സബ് നഹി കടത്തെ ഹേ. അങ്ങനെയൊന്നും പാപഭാരം മൊത്തം തീരൊന്നുമില്ല. ഇസ് ജന്മമേ ജോ കിയേ ഉസ്കി ഹൽക്കായി ഹോ ജാത്താ ഹേ. ഈ ജന്മത്തിൽ എന്താണോ ചെയ്തത്, ഈ ഒരൊറ്റ ജന്മത്തിൽ എന്താണോ ചെയ്തത്, ഇത് ബാബ ഇന്ന് ക്ലിയർ ചെയ്യണേ, ഒരൊറ്റ ജന്മത്തിൽ എന്താണോ ചെയ്തത് അത് ബാബ കുറച്ച് തരും. ബാക്കി കുറേ കാലത്ത് ചെയ്തതോ, കഴിഞ്ഞ 63 ജന്മം ചെയ്തതോ അത് ചെയ്യുമോ? അതൊരിക്കലും ഇല്ല. അതൊന്നും ഒരിക്കലും കട്ടാവില്ല എന്ന് ബാബ പറഞ്ഞു തരികയാണ്. തോ ബേഹനത്ത് ബഹുത് കർണിപ്പടേ. നമ്മുടെ ഉള്ളിലുള്ള പാപം നശിക്കാൻ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും എന്ന് ബാബ പറഞ്ഞു തരികയാണ്. ജിത്തന യാദ് മേ രഹെങ്കെ ഉത്തന പാപോം കാ ബോജ ഹൽക്കാ ഹോ ജായേഗ. ബാബ പറഞ്ഞു തരികയാണ് എത്രത്തോളം എല്ലാത്തിനുള്ള പരിഹാരം എന്താണ്, സൊല്യൂഷൻ, എത്രത്തോളം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നോ അത്രത്തോളം പാപഭാരം ലൈറ്റാവും. കൊയ് ബच्चे बहुत मेहनत करते हैं, लाखों को रास्ता बताते हैं. ചില കുട്ടികൾ ഒരുപാട് സേവ ചെയ്യും, പുണ്യം അങ്ങനെയല്ലേ ഉണ്ടാക്കുക. അവരൊരുപാട് പേർക്ക് ലക്ഷങ്ങൾക്ക് വഴി പറഞ്ഞു കൊടുക്കും. 84 ജന്മോं का ചക്ര സംജാത്തെ ഹേ. 84 ജന്മങ്ങളുടെ ചക്രം മനസ്സിലാക്കി കൊടുക്കും. ജന്മോं के हिसाब को तुम जानते हो. ജന്മങ്ങളുടെ കണക്കിനെക്കുറിച്ചും നിങ്ങൾക്കറിയാം. വിചാർ കരോ കിത്തന യോഗബല ഹേ ഹമാരാ ജന്മ കബു ഹോഗ. ഇത് ബാബ ഇന്നലെയും പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാൻ, എനിക്ക് എത്ര യോഗബലമുണ്ട്, എൻ്റെ ജന്മം എപ്പോൾ സംഭവിക്കും? സത്യയുഗത്തിൻ്റെ ആരംഭത്തിലുണ്ടാവുമോ അതോ സത്യയുഗത്തിൻ്റെ അവസാനമായിരിക്കുമോ? ജന്മം എപ്പോൾ ഉണ്ടാവും? സത്യയുഗ ആദ്യമേ ഹോ സഖേഗ. സത്യയുഗത്തിൻ്റെ ആദിയിലുണ്ടാകൂ. ജോ ബഹുത്ത് പുരുഷാർത്ഥ കരെങ്കെ വഹി സത്യുഗ ആദിമേ ജന്മലേ സഖെങ്കെ. ആരാണോ വളരെയധികം പുരുഷാർത്ഥം ചെയ്യുന്നത്, വളരെയേറെ പുരുഷാർത്ഥം ചെയ്യുന്നത് അവർക്ക് മാത്രമേ സത്യയുഗത്തിൻ്റെ ആദിയിൽ ജന്മം എടുക്കാൻ പറ്റൂ. പുരുഷാർത്ഥം കുറച്ച് കൂടുതൽ ചെയ്യണം. ഇങ്ങനെയൊന്നും പോയാൽ പോരാ. ഓ കൊയ് ചിപ്പാ തൊടി രഹേഗ. ഒരുപാട് പുരുഷാർത്ഥം ചെയ്യുന്നവർ ഒരിക്കലും ഒളിഞ്ഞിരിക്കില്ല. ऐसे मत समझो कि सभी कोई सत्युग में आएंगे. ഒരിക്കലും ഇങ്ങനെ വിചാരിക്കേണ്ട നമ്മളെല്ലാവരും സത്യയുഗത്തിൻ്റെ ആരംഭത്തെ വരും എന്നങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കേണ്ട. കൊയ്ത്ത് പിച്ചാടിമേ ആക്കർ തോടാ ബഹുത്ത് ലേലേത്തെ. ചില ആൾക്കാർ, ചില ആത്മാക്കൾ അവസാന സമയത്ത് വരുന്നു. ത്രേതായുഗത്തിൻ്റെ അവസാനം വന്ന് കുറച്ചെടുക്കും. तो जो जास्ती कमाई करते हैं वो जल्दी आते हैं. കൂടുതൽ സമ്പാദിക്കുന്നവരായിരിക്കും പെട്ടെന്ന് വരുന്നത്, ആരംഭത്തിൽ വരുന്നത്. പിന്നെ ബാബ അതൊക്കെ ക്ലിയറായിട്ട് പറയുകയാണ്. കം കമായി കർത്തേ ഹേ വോ ദേരി സെ ആത്തേ ഹേ. കുറച്ച് സമ്പാദിക്കുന്നവർ വൈകിയേ വരൂ. इसलिए बाप को बहुत याद करना चाहिए और है भी बहुत सहज. അതിനാൽ ബാബയെ വളരെ നന്നായിട്ട് ഓർമ്മിക്കുകയും വേണം. ബാബയെ ഓർമ്മിക്കാൻ വളരെ സഹജമാണ്. जो अच्छी रीति याद करेंगे उनको खुशी रहेगी. ആര് നന്നായിട്ട് ഓർമ്മിക്കുന്നോ അവരുടെ ലക്ഷണം എന്താണ്? നന്നായിട്ട് ഓർമ്മിക്കുന്നവരുടെ ലക്ഷണം അവർ നന്നായിട്ട് സന്തോഷിക്കും. അവരുടെ ഉള്ളിൽ നിന്ന് നാച്ചുറലായിട്ട് സന്തോഷം ഉണ്ടാവും. ഹം ജൽദി നയി ദുനിയാമേ ആയെങ്കിൽ. കൂടുതൽ ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും, ഞങ്ങൾ പെട്ടെന്ന് പുതിയ ലോകത്തെ വരും. രാജാ ബന്നാ ഹേ തോ പ്രജാ ഭി തോ ബനാനി ഹേ. രാജാവാകണമെങ്കിൽ പ്രജകളെ ഉണ്ടാക്കണ്ടേ, പ്രജകളെ തയ്യാറാക്കണ്ടേ. പ്രജ ഹി നഹി ബനായെങ്കിൽ തോ രാജാ കൈസെ ബനെങ്കി. പ്രജയെ തയ്യാറാക്കിയില്ല എങ്കിൽ എങ്ങനെ രാജാവാകും? തോ കൊയ് സെൻറ്റർ കോൾത്തെ ഹേ ഉനക്ക് കമായി ബി ബഹുത്ത് ഹോത്തി ഹേ. ചിലർ സെൻറ്ററേ തുറക്കും പല സ്ഥലങ്ങളിൽ, അവർക്ക് ഒരുപാട് സമ്പാദ്യം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഫായ്ദ ഹോത്താ ഹേ തോ 2-3 സെൻറ്റർ ബി കൊളുത്തേ. ഒരു സെൻറ്റർ തുടങ്ങിയിട്ട് അവിടെ നിറയെ ആൾ വരുന്നു, ഒരുപാട് ലാഭമുണ്ടെന്ന് പറയുമ്പം എന്ത് സംഭവിക്കും? വീണ്ടും 2 സെൻറ്റർ തുടങ്ങും, പിന്നെ 3ാമത്തെ സെൻറ്റർ തുടങ്ങും. അങ്ങനെ സെൻറ്റർ തോ ബാബ കൊളുത്തേ രേത്തേ ഹേ. ജോ കർത്തേ ഹേ ഉൻകാ ഹിസാബ് ഉസ്മേ ആ ജാത്തേ. സെൻറ്ററൊക്കെ ബാബ ഇഷ്ടം പോലെ തുറക്കാനുള്ള ചാൻസൊക്കെ തരും. ആരാണോ ബാബ പറയുന്നതനുസരിച്ച് ചെയ്യുന്നത് അവർക്ക് അതിൽ പുണ്യത്തിൻ്റെ കണക്ക് സമ്പാദിക്കാൻ പറ്റും. മിൽക്കർ ഹം സബ് ദുഃഖ കാ ചപ്പർ ഉഠാത്തേ ഹോന. ഇപ്പം നമ്മളെല്ലാ സേവാധാരികളും ബാബയുടെ കുട്ടികളും ഒന്നിച്ച് ചേർന്നാണ് ദുഃഖത്തിൻ്റെ മേൽക്കൂര ഉയർത്തുന്നത്. സബ്കാ കന്താ ഹിൽത്താ ഹേ.
ഈ തോള് കൊടുക്കുമല്ലോ നമ്മൾ, സാധനങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ട്, ചുമക്കാൻ വേണ്ടിയിട്ട് തോള് കൊടുക്കില്ലേ, എല്ലാവരുടെയും ഒരു തോള് കൊടുത്തിട്ടാണ് കലിയുഗമാകുന്ന പർവ്വതത്തിനെ ഉയർത്തുന്നത്. തോ ഹിസാബ് സബ്കോ മിൽത്താ ഹെ, ആരൊക്കെ ആ തോള് കൊടുക്കുന്നോ അവർക്കൊക്കെ അതിൻ്റെ കണക്ക്, അതായത് അതിൻ്റെ പങ്ക് കിട്ടും, ഷെയർ കിട്ടും. ജിത്തന മെഹനത്ത് കർത്തേ ഉത്തന ഊഞ്ച് പദ് മിലേ. ഈ കാര്യത്തിൽ ബാബയുടെ സേവനത്തിൽ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം പദവി. തോ ഉൻകോ ഖുഷി ബി ബഹുത്ത് ഹോഗി. അപ്പം അങ്ങനെ തോള് കൊടുക്കുന്ന ആൾക്ക്, ബാബയുടെ സേവനം ചെയ്യുന്നവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ബാബ നേരത്തെ പറഞ്ഞു, ബാബയെ എത്രത്തോളം ഓർമ്മിക്കുന്നോ അത്രത്തോളം സന്തോഷം കൂടും, സേവ ചെയ്യും തോറും സന്തോഷം കൂടും. ദേഖാ ജാത്താ ഹെ കിത്തനോക്ക ഉദ്ധാർ കിയ, നോക്കും എത്ര പേരെ ഉദ്ധരിച്ചു എന്ന്, എത്ര പേർ സേവ ചെയ്ത് നന്നാക്കിയെടുത്തു. സർവീസ് ബഹുത്ത് അച്ചി കർത്തേ രഹെങ്കെ ജയ്സെ മിസാൽ ദേത്തെ ഹെ മമ്മാക്ക, സേവനവും നന്നായിട്ട് ചെയ്യും. ഉദാഹരണം പറയുന്നത് മമ്മയുടെയാണ്. മമ്മാനെ ബഹുത്ത് അച്ചി സർവീസ് കി, മമ്മ വളരെ നല്ല സർവീസ് ചെയ്തു. പിന്നെ ബാബ എല്ലായിടത്തും പോയില്ലല്ലോ, ഭാരതം മുഴുവനും മമ്മയാണ് ബാബ അയച്ചത്. അപ്പോൾ മമ്മ വളരെ നല്ല സർവീസ് ചെയ്തു. തോ ഉൻക കിത്തന കല്യാൺ ഹോഗയ, അതുകൊണ്ട് മമ്മയുടെ എത്ര മംഗളുണ്ടായി, മമ്മ വളരെ നമ്പർ 1 ആയില്ലേ. സേവനമാണ് അവിടെ കാര്യം. മൂലബാത്ത് ഹേ സർവീസ് കർണേക്ക്, യോഗ കി ബി സർവീസ് എന്ന മുഖ്യമായ കാര്യം സേവനം ചെയ്യുക എന്നുള്ളതാണ്. യോഗത്തിൻ്റെ സർവീസുണ്ട്, ഡയറക്ഷൻ മിൽത്തേ രഹത്തെ ഹെ, കേസെ യാദ് കർണാ ഹെ. യോഗത്തിൻ്റെ സേവനമുണ്ട്, ഡയറക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, എങ്ങനെ ഓർമ്മിക്കണം. ഈ ബിന്ദി കാ രാസ് ബി ബാബാനെ അബു സംജായ, ഈ ബിന്ദുവിൻ്റെ രഹസ്യവും ബാബ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആകെ ചെൽ ഓർ ബി സുനാത്തെ രഹെങ്കെ, ഇനി മുന്നോട്ട് പോകെ ബാബ നമ്മളെ ഇനിയും ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതൊക്കെ പോയിൻ്റ് ഇനി കേൾപ്പിക്കാനുണ്ട്. ബാബ പറയുന്നത്, ഇപ്പോൾ ബിന്ദുവിൻ്റെ രഹസ്യം ബാബ പണ്ടേ കേൾപ്പിച്ചിട്ടുണ്ട്, ഇനി വീണ്ടും കേൾപ്പിക്കും. ദിൻ പ്രതിദിൻ ഉന്നതി ഹോത്തി ജായികി, ഓരോ ദിവസം ചെല്ലുന്തോറും ഉന്നതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പോയിൻറ്റ്സ് നിക്കൽത്തി ജാത്തി ഹെ, ജ്ഞാനത്തിൻ്റെ ഉന്നതിയാണ്, പുരുഷാർത്ഥത്തിൻ്റെ ഉന്നതിയാണ്, സേവനത്തിൻ്റെ ഉന്നതിയാണ്. പോയിൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ബഹുത്ത് ഡിഫിക്കൾട്ട് ബി നഹി ഹെ, സഹജ് ബി നഹി ഹെ. അപ്പോൾ ബാബ ഇന്ന് അത് പറഞ്ഞു തരികയാണ്. ഇത് ബാലൻസാണ്, ഒരുപാട് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇത്, പക്ഷെ ഒരുപാട് എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ നിങ്ങളങ്ങ് ഈസി ആയിട്ട് നടക്കണ്ട. ബാബ പറഞ്ഞു തരികയാണ്, ജോ സർവീസ് മേ തൽപർ ഹേ वो झट पॉइंट को पकड़ लेते हैं, जो सर्विस में नहीं रहते उनकी बुद्धि में कुछ भी नहीं बैठता. ആരാണോ സർവീസിൽ നല്ല താല്പര്യമുള്ളവർ, വളരെയധികം അതിൽ മുഴുകുന്നവർ, അവർ പെട്ടെന്ന് ബാബയുടെ പോയിൻ്റ് ക്യാച്ച് ചെയ്യും, അവർ മനസ്സിലാക്കും. അതേസമയം സേവനമേ ചെയ്യാത്തവരുണ്ട്, അവർക്ക് അവരുടെ ബുദ്ധിയിൽ ഒരു പോയിൻ്റ് ഉറക്കില്ല. അങ്ങനെ तो बिंदी बिंदी कहते रहते, परंतु कैसे बिंदी को याद करे, कैसे बिंदी को देखे है बहुत सहज. അപ്പോൾ ബിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ആത്മാവ് ബിന്ദുവാണ്, ബിന്ദുവാന്ന് പറഞ്ഞാൽ യോഗമാവും. ആ ബിന്ദു പിന്നെ ഞാൻ പരമാത്മാവും ബിന്ദുവാണ്, ബിന്ദുവാന്ന് പറഞ്ഞാൽ യോഗമാവും. അപ്പോൾ ബാബ പറഞ്ഞു തരികയാണ്, ബിന്ദുവിനെ എങ്ങനെ ഓർമ്മിക്കണം, എങ്ങനെ ആ ബിന്ദുവിനെ നോക്കണം, നമ്മുടെ ഉള്ളിൽ അതിനെ എങ്ങനെ കാണണം, എങ്ങനെ അതിനെ വിഷ്വലൈസ് ചെയ്യണം, എങ്ങനെ അനുഭവിക്കണം. കാര്യം വളരെ സഹജമാണ്, ഒരു ബിന്ദുവിനെ കണ്ടാൽ പോരെ. കോയി ബിന്ദിക്കോ സാമനെ രക്ക് തൊടി ഹി യാദ് കരണം. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയൂ, അവരുടെ ചുമരിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ ഒരു പോയിൻ്റ് ഉണ്ടാക്കും, എന്നിട്ട് ആ പോയിന്റിൽ നോക്കിയിരിക്കും. ബാബ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു ബിന്ദുവിനെ മുന്നിൽ വെച്ച് നോക്കിയിരുന്നാലൊന്നും അങ്ങനെയൊന്നും അല്ല ബാബയെ ഓർമ്മിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ബാബയെ ഓർമ്മിക്കേണ്ടത്? ഏത്തോ സംജനേക്ക് ബാത് ഹെന. അപ്പോൾ ബാബ ഇത് പറഞ്ഞു തരികയാണ്, ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബ ഒരു ബിന്ദുവാണ്, ഞാനൊരു ബിന്ദുവാണ്, എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടേണ്ടത് ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. तो आत्मा कितनी छोटी बिंदी है, आत्मा का नाम रूप देश काल कोई बता नहीं सकेंगे. ആത്മാ എത്ര ചെറിയ ബിന്ദുവാണ്. ആത്മാവിൻ്റെ നാമം, രൂപം, ദേശം, കാലം ഇതൊന്നും ആർക്കും പറയാനൊന്നും പറ്റില്ല. ഒരൊറ്റ ആൾക്ക് പറയാൻ പറ്റില്ല ഈ ലോകത്തിൽ. ഇത്രയും കാര്യം പറയണ്ടേ? तो परमात्मा के लिए पूछते हैं उनका नाम रूप देश काल क्या है. പരമാത്മാവിനെ പറ്റിയാണ് ഈ ചോദിക്കുന്നത്. പരമാത്മാവിൻ്റെ നാമം, രൂപം, ദേശം, കാലം, കർത്തവ്യം എന്താണ്? ബേസമജ് മനുഷ്യൻ നാ ആത്മാക്കോ ജാനത്തെ നാ പരമാത്മാക്കോ ജാനത്തെ. ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത മനുഷ്യൻ ആത്മാവിനെ അറിയുന്നില്ല, പരമാത്മാവിനെ അറിയുന്നില്ല. യഹാം ഭി ഹെ ജോ പൂരി രീതി നഹി ജാനത്തെ ഹെ സിർഫ് ബാബ ബാബ കേത്തെ രഹത്തെ ഹെ നോളജ് കഹാ സീഖ്തെ ഹെ. ഇവിടെയുണ്ട് ബാബയുടെ കുട്ടികൾ, ജ്ഞാനികൾ, പൂർണ്ണമായ രീതിയിൽ അറിഞ്ഞിട്ടില്ല ഇന്നേ വരെ ബാബയെ. ആരെയാണ് പറയുന്നത്?
നമ്മളെയാണോ വെറുതെ ബാബ ബാബ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. നോളജ് കഹാ സീഖ്തേ ഹേ, കുച്ച് ബി സർവീസ് കർത്തേ നഹി, കാത്തേ രഹത്തെ ഹേ. ജ്ഞാനം പഠിക്കണ്ടേ? എല്ലാ ദിവസവും ജ്ഞാനം സ്റ്റഡി ചെയ്താലേ നമ്മുടെ ഉള്ളിൽ ജ്ഞാനം മനസ്സിലാവുള്ളൂ. നന്നായിട്ട് ഒരു മുരളി തന്നെ 5ഉം 10ഉം പ്രാവശ്യം വായിക്കണം, എന്നാലേ ജ്ഞാനം അകത്ത് കയറൂ. പിന്നെ ജ്ഞാനം പഠിക്കുന്നില്ല, സേവനം ചെയ്യുന്നില്ല, ഒരു സേവനം പോലും ചെയ്തില്ല, വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. तो जैसे सन्यासियों के पास भी अवधूत होते हैं जो करते कुछ भी नहीं കാത്തേ रहते हैं. ഈ സന്യാസിമാരുടെ ആശ്രമങ്ങളിലും അങ്ങനെയുള്ള കുറേ അവധൂതന്മാരെ പറയുന്നുണ്ട്. അവരൊന്നും ചെയ്യാറില്ല. അവർ ഈ സമൂഹത്തിന് സേവനം ചെയ്യണം. അതൊരു ഗൃഹസ്ഥനാണെങ്കിലും ശരി, സന്യാസിയാണെങ്കിലും ശരി, വെറുതെ ഇരുന്ന് കഴിക്കാൻ പാടില്ല. നമ്മൾക്ക് ഈ പ്രകൃതി ആഹാരം തരികയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും, കൃഷി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവർ. നമ്മുടെ മുന്നിൽ എങ്ങനെ വന്നു ആഹാരം? അപ്പോൾ ആ ആഹാരം കഴിക്കുന്നതിന് നമ്മൾ തിരിച്ച് കടപ്പെട്ടിരിക്കുകയാണ് സേവ ചെയ്യാൻ. ഒന്നും ചെയ്യുന്നില്ല, കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി സന്യാസ് ധാരൺ കിയ വികാസെ छूट गए वो भी कम बात नहीं. പിന്നെ ഒരു കാര്യമുണ്ട്, അവർ സന്യാസം ധാരണ ചെയ്തു, സന്യാസിമാരായി, അവർ വികാരത്തിൽ നിന്ന് മോചനം നേടി പവിത്രമായി ജീവിക്കുന്നു. അത് നിസ്സാര കാര്യമല്ല, അത് വളരെ വലിയ കാര്യമാണ്. പക്ഷേ സേവനം ഒരു വലിയ സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ബാബ നമ്മുടെ 4ാമത്തെ സബ്ജക്റ്റിനെ സേവനമാക്കിയത്. അല്ലെങ്കിൽ നമ്മളെല്ലാം വെറുതെ ഇരുന്ന് കളയും, ഒന്നും ചെയ്യേണ്ട, ഈ വികാരികളുടെ ഇടയിൽ പോകണ്ടേ, ഈ കലിയുഗത്തിലേക്ക് പോകണ്ടേ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ പോകണ്ടേ എന്ന് വിചാരിച്ച് കളയും. അതുകൊണ്ടാണ് ബാബ നമ്മുടെ 4ാമത്തെ സബ്ജക്റ്റ് ഏതാണ്? സേവനം. സേവനം ചെയ്തേ പറ്റൂ. ബാബ സംജാത്തി തും പവിത്രതേ അപ്പോൾ അപവിത്ര ബൻഗേ ഹോ. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ പവിത്രമായിരുന്നു, ഇപ്പോൾ അപവിത്രമായി. തുമ്നെ ഹി 84 ജന്മോं का ചക്ര ലഗായ ഹേ. നിങ്ങളാണ് 84 ജന്മങ്ങളുടെ ചക്രം ചുറ്റിക്കറങ്ങിയവർ. ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരണം മനസ്സുകൊണ്ട്. ഇനി ബാത്തും കോ ബി മനുഷ്യ സമझ नहीं सकते. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഭക്തി ബിൽക്കുൽ അലഗ് ഹേ, ജ്ഞാൻ ബിൽക്കുൽ അലഗ് ബാത്ത് ഹേ. ഭക്തി വേറെയാണ്, ജ്ഞാനം വേറെയാണ്. രാത് ദിൻ കാ ഫറക്ക് ഹേ. ഇത് രണ്ടും തമ്മിൽ രാത്രിയുടെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. തും ജാൻതേ ഹോ ഹംകോ പുരുഷാർത്ഥ സേ ലക്ഷ്മി നാരായൺ ജൈസ ബന്ന ഹേ, तो ശ്രീമത് पर पूरा चलना है, मेहनत तो है ना. നിങ്ങൾക്കറിയാം, നമ്മൾക്ക് പുരുഷാർത്ഥം ചെയ്ത് പുരുഷാർത്ഥത്തിലൂടെ ആരെ പോലെ ആവണം? ലക്ഷ്മി നാരായണനെ പോലെ ആകണം. അതിനുവേണ്ടി ശ്രീമത്തിലൂടെ നടക്കണം. അത് പരിശ്രമമുണ്ട്. ബാക്കി ഈ ബീമാരി ആദി तो चलती रहेगी, ये निशाना अंत तक दिखाई देंगे. ബാക്കി രോഗമെല്ലാം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. രോഗമില്ലാത്ത അവസ്ഥയിൽ ഞാൻ പുരുഷാർത്ഥം ചെയ്യാം എന്ന് വിചാരിക്കേണ്ട. ഈ അടയാളം അന്തിമം വരെ കാണപ്പെടും. ഫിർ ഗുമ്മോ ജാത്തി, ഫിർ കൊയ് ദുഃഖ് നഹി രഹേഗ. പിന്നെ ഇതെല്ലാം ഇല്ലാതാവും, പിന്നെ ഒരു ദുഃഖം ഉണ്ടാവില്ല. അവസാനം വരെ നമ്മളുടെ ഈ പഴയ ശരീരമാണ്, പഴയ വണ്ടി, ഇത് റിപ്പയർ ആയിക്കൊണ്ടേയിരിക്കും, ഉറപ്പാണ്. തോ आपको कहते हैं दुख हरता सुख करता है, लिबरेटर रहम करो. फिर ये सब दुख से छूट जाते हैं. दुख में ही मनुष्य बहुत सिमरन करते हैं. हे प्रभु, हे राम. दुख के टाइम सब कहेंगे भगवान को याद करो. അപ്പോൾ ബാബ പറഞ്ഞു തരികയാണ്, ബാബയെ വിളിക്കുന്നത് എന്ത് പേരാ? ദുഃഖഹർത്ത, സുഖകർത്ത, മുക്തിദാത, എന്നോട് ദയ കാണിക്കൂ എന്നാണ് ബാബയെ വിളിക്കുന്നത്. പിന്നെ എല്ലാവരും ദുഃഖത്തിൽ നിന്ന് മോചനം നേടും. ദുഃഖത്തിൽ തന്നെയാണ് മനുഷ്യർ വളരെയധികം സ്മരിക്കുന്നത്. ഹേ പ്രഭു, ഹേ രാമ. ദുഃഖത്തിൻ്റെ സമയത്ത് എല്ലാവരും പറയില്ലേ, നിങ്ങൾ കുറച്ചു നേരം ഭഗവാനെ ഓർമ്മിക്കൂ. ഖുദാക്കോ യാദ് കരൂ, ഈശ്വരനെ ഓർമ്മിക്കൂ. തും തോ അച്ഛി രീതി ജാൻതേ ഹോ യേ ഹമാരാ ബാപ്പ് ഹേ. നിങ്ങൾ നല്ല രീതിയിൽ അറിയാം, നിങ്ങൾക്ക് ശിവബാബ നമ്മുടെ അച്ഛനാണ്. ബാപ്പ് ഹി സിഖിലാത്തേ ഹേ അപ്പനെ കോ ആത്മാ സമജ് മുझे യാദ് കരൂ. ബാബയാണ് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആത്മാവാണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് ബാബയെ ഓർമ്മിക്കണം എന്ന്. ഭക്തി മാർഗമേ ऐसा कहेंगे क्या, अपने को आत्मा समझ बाप को याद करो. ഭക്തി മാർഗത്തിൽ ഇങ്ങനെ പറയില്ലല്ലോ, സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുമെന്ന്. നഹി. കിത്തിനെ പ്രകാർ കി അതാഹ് ഭക്തി ഹേ, ജ്ഞാൻ ഏക്കി ഹേ. എത്ര പ്രകാരത്തിലുള്ള അളവറ്റ ഭക്തിയാണ്. ജ്ഞാനം ഒന്നേ ഉള്ളൂ. സമസ്തേ ഹേ ഭക്തി സേ ഭഗവാൻ മിലേഗ. മനസ്സിലാക്കുന്നുണ്ട്, ഭക്തിയിലൂടെ ഭഗവാനെ കിട്ടും. ഭക്തി കബ് സേ ശുരു ഹോത്തി ഹേ. കോൺ ജാസ്തി ഭക്തി കർത്ത ഹേ. ഭക്തി എപ്പോൾ മുതലാണ് തുടങ്ങുന്നത്? ആരാണ് കൂടുതൽ ഭക്തി ചെയ്യുന്നത്? തോ യേ കിസ്കോ ഭി പതാ നഹി. ഇതാർക്കും അറിഞ്ഞേ കൂടാ. ഭക്തി എന്ന് തുടങ്ങി, ഇതിലാരാണ് കൂടുതൽ ഭക്തി ചെയ്യുന്നത്? ആരാണ് കൂടുതൽ ഭക്തി ചെയ്യുന്നത്? നമ്മൾ. അപ്പോൾ ബാബ പറയാണ്,
ക്യാ അർജുൻ 40,000 വർഷം ഭക്തി ഹി കർത്തി രഹെങ്കെ? ഈ ഭക്തിക്ക് ഒരു മാറ്റം വരില്ലേ? ഇനി 40,000 വർഷം കലിയുഗം ഉണ്ടെങ്കിൽ 40,000 വർഷം ഭക്തി ചെയ്തുകൊണ്ടിരിക്കുമോ? കഹാൻ തക്ക് ഭക്തി കരെങ്കി? എത്ര നാൾ വരെ ഭക്തി ചെയ്യാൻ പോണു? അപ്പം ബാബ പറഞ്ഞു തരികയാണ്, അഭി തും ജാനത്തെ ഹോ ഇത്തനാ സമയം ഭക്തി ചലത്തി ഹൈ, ഇത്തനാ സമയം ജ്ഞാൻ ചലത്തി ഹൈ. ഭക്തോं को पता नहीं चलता, उनको समझाने के लिए ही इतने प्रदर्शनी आदि करते. ഇപ്പം നിങ്ങൾക്കറിയാം, ഇത്രയും സമയം ഭക്തിയുണ്ട്, ഇത്രയും സമയം ജ്ഞാനമുണ്ട്. ഭക്തർക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭക്തന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി എക്സിബിഷൻ വെക്കുന്നത്. അറിവോടുകൂടി ഇരിക്കണം, ജ്ഞാനം വേണ്ടേ? അപ്പം ബാബ പറഞ്ഞു തരികയാണ്, എക്സിബിഷനൊക്കെ വെച്ചാൽ കോടിയിൽ ഒരാളായിരിക്കും വരുന്നത്, കോടിയിൽ ഒരാൾ. ആകെ ചിലക്ക് ഓർ നിക്കലെങ്കിൽ, ഇനി മുന്നോട്ട് പോകെ നിറയെ പേര് വരും. യഹാം ബി കിത്തനെ ഡർ ആത്തെ ഹേ, തും കിത്തനെ തോടെ से सच्चे ब्राह्मण पवित्र रहते हो, जो रेगुलर हो वो आवे. ഇവിടെ എത്ര പേരാണ് വരുന്നത്? ബാബ പറയാണ്, നിങ്ങൾ കുറച്ച് കുട്ടികളെ ഉള്ളൂ സത്യമായ പവിത്രമായ ബ്രാഹ്മണർ പവിത്രമായി ജീവിക്കുന്നവർ. പിന്നെ ബാബ പറയാണ്, ദിവസേന ഈ നമ്മൾ മധുബനെ പോകുമ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യും, അതിൽ ഡെയിലി ക്ലാസ് എന്നൊരു കോളമുണ്ട്. അപ്പം മധുബനെ പോണവർ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ദിവസവും ക്ലാസ് കേൾക്കുന്നവർ ബാബയെ കാണാൻ ചെന്നാൽ മതി. ഇനിയിപ്പോൾ എല്ലാവരുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നു. ഓൺലൈനിലെങ്കിലും അറ്റൻഡൻസ് കൊടുക്കണം. അപ്പോൾ പരന്തു യേ ബി ഹിസാബ് നിക്കാൽ ന സകേ ജോ സച്ചേ ബ്രാഹ്മൺ കിത്തനെ ഹേ. പക്ഷേ ഒരുപാട് ബാബയുടെ കുട്ടികൾ ദിവസേന വരുന്നവരെ നമുക്ക് വിചാരിക്കാം, ഈ കുട്ടി ഇത്തിരി സത്യമുള്ള കുട്ടിയാണ് അല്ലേ, ഈ കുട്ടി ഇത്തിരി പ്രാക്ടിക്കലാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ബാബ പറയണം, അതായത് ചിലപ്പോൾ കാര്യങ്ങൾ ബ്രാഹ്മണർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സത്യമായ ബ്രാഹ്മണർ എത്ര പേരുണ്ടെന്ന്, ഒരുപാട് പേര് അസത്യമായ ബ്രാഹ്മണരുണ്ടെന്ന്. ബ്രാഹ്മണരുടെ കർമ്മമാണ് കഥ കേൾപ്പിക്കുക. ബാബയും കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കഥ കേൾപ്പിക്കുന്നവരാകണം. ഏത് കഥ? ഈ ജ്ഞാനമാകുന്ന കഥ. അച്ഛൻ എങ്ങനെയാണോ അതുപോലെയാണ് മക്കൾ. കുട്ടികളുടെ കർമ്മമാണ് എന്താ? നമ്മളുടെ കർമ്മം, നമ്മുടെ കർത്തവ്യം എന്താണ്? ഗീത കേൾപ്പിക്കുക. പക്ഷെ എല്ലാവരും എവിടെ കേൾപ്പിക്കുന്നു? ജ്ഞാനം കേൾപ്പിക്കാറുണ്ടോ? ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ ജ്ഞാനത്തിൻ്റെ യഥാർത്ഥത്തിൽ ജ്ഞാനമാർഗത്തിലെ പുസ്തകം ഈ ഒരു ഗീത മാത്രമാണ്, മുരളി മാത്രമാണ്. സർവശാസ്ത്രമായി ശിരോമണി ഗീതയാണ്. അതിലെല്ലാം വന്നു കഴിഞ്ഞു എന്നൊക്കെ ബാബ എന്ന് പറഞ്ഞു തരികയാണ്. എല്ലാ വേദശാസ്ത്രങ്ങളുടെയും അച്ഛനാണ്, അമ്മയാണ് ഗീത. ബാബ വന്ന് സർവർക്കും സദ്ഗതി തരുന്നു. ഇതും എഴുതാൻ പറ്റും. ശിവബാബയുടെ ജയന്തി തന്നെയാണ് വജ്രതുല്യമായ ജയന്തി. ബാക്കി സർവരുടെയും ജയന്തി കൗടി തുല്യമാണ്. ബാബയെ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. കലിയുഗി മനുഷ്യൻ സത്യുഗി ദേവതകളെ പൂജിക്കുന്നു. അവരെ അങ്ങനെ ആക്കി മാറ്റിയത് ആരാണ്? കലിയുഗി മനുഷ്യർ ഇത് ചിന്തിക്കണ്ടേ? സത്യുഗത്തിലെ ദേവതകളെ അങ്ങനെയാക്കി മാറ്റിയത് ആരാണ്? ഒരു ബാബ. അപ്പോൾ ഇതും മനസ്സിലാക്കി കൊടുക്കണം. ആർക്കേ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ? ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കിയവർ. ആരും മര്യാദ അനുസരിച്ചോ ആ കറക്റ്റ് കാര്യം ആദ്യം എന്താ പറയുക, ആത്മ, പിന്നെ പരമാത്മ അല്ലേ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജ്ഞാനം മനസ്സിലാക്കുന്നവരാരുണ്ട്? ചിലർ പറയും, നമ്മുടെ പല കുട്ടികളും കൺസ്ട്രക്ഷൻ്റെ കൂടെ ഡിസ്ട്രക്ഷനും ചെയ്യും. അതായത് ഒരു ഭാഗത്ത് സ്ഥാപനയിൽ പങ്കാളികളാവും, മറുഭാഗത്ത് വിനാശത്തിലും പങ്കാളികളാവും. അപ്പോൾ അതുകൊണ്ടാണ് ബാബ സൈന്യത്തിനെ 3 ആക്കി തിരിച്ചു. ഏതൊക്കെയാ? മഹാരഥി, കുതിര സൈന്യം, പിന്നെ കാലാൾപ്പട. വ്യത്യാസമുണ്ടേ. അപ്പോൾ ഈ കാലാൾപ്പട എന്തു ചെയ്യും? കാലാൾപ്പട നിന്നിടത്ത് നിന്ന് യുദ്ധം ചെയ്യുള്ളൂ. എപ്പോഴും യുദ്ധം ചെയ്യൽ തന്നെ പണി. ജയിക്കില്ല. അല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും. അവർക്ക് നേരിട്ട് ബാബയായിട്ട് കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ പഠിച്ചവരുടെ മുന്നിൽ മുട്ടുകുത്തും. അപ്പോൾ അതുകൊണ്ട് അതായത് പഠിപ്പിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആരാവും? കാലാൾപ്പടയാവും. അവരെ പറയാം ഒട്ടകപക്ഷി. ഒട്ടകപക്ഷിക്ക് ഭയങ്കര മടിയാണ്, ഭയങ്കര അലസതയാണ്. അപ്പോൾ പുരുഷാർത്ഥം ചെയ്യാൻ വളരെ അലസത. പഠിക്കില്ല, സ്വയവും പഠിക്കില്ല, മറ്റുള്ളവരെയും പഠിപ്പിക്കില്ല. ബാബ പറഞ്ഞ് പുരുഷാർത്ഥം ചെയ്താലെങ്കിലും നമുക്ക് കുറേ പദവി കിട്ടും, സേവനം ചെയ്താൽ അത് വേറെ. ഇതെല്ലാം പുണ്യമാണ്. അപ്പോൾ നമ്മൾ ആരാണെന്ന് ബാബ നല്ലൊരു പേര് തന്നിരിക്കുകയാണല്ലോ പുരുഷാർത്ഥം ചെയ്യാത്തവർക്ക്. ഒട്ടകപക്ഷി. അച്ഛാ മീട്ടെ മീട്ടെ സിഖീലതേ ബച്ചോം പ്രതി മാത് പിത
बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को നമസ്തേ. ഇന്നത്തെ ധാരണാസാരം. ഒന്നാമത്തെ പോയിൻ്റ്, ബാബ ബിന്ദുവാണ്. ഈ കാര്യം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ബിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ആശയക്കുഴപ്പത്തെ വരരുത്. സേവനത്തിൽ തൽപരരാവണം. രണ്ടാമത്തെ പോയിൻ്റ്, സത്യമായ ഗീത കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. സത്യമായ ബ്രാഹ്മണനാകാൻ വേണ്ടി പവിത്രമാവണം. റെഗുലർ പഠിത്തം തീർച്ചയായിട്ടും പഠിക്കണം. ഇന്നത്തെ വരദാനം, സദാ ഖുഷി കാ ഖുരാക്ക് ആനെ വാലെ और खुशी बांटने वाले खुश नसीब ബഫിക്കർ ഭവ. എന്താണ് ഇന്നത്തെ വരദാനം? സദാ സന്തോഷത്തിൻ്റെ ആഹാരം കഴിക്കുകയും സന്തോഷത്തിൻ്റെ ടോണിക്ക് കഴിക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്ന ഭാഗ്യവാൻ നിശ്ചിന്ത് ഭവ. ഭാഗ്യവാൻ നിശ്ചിന്ത് ഭവ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആഹാരമാണ് സന്തോഷം. ഇന്ന് മുഴുവൻ സന്തോഷമയമാണ്. സദാ സന്തോഷത്തിൻ്റെ ടോണിക്ക് കഴിക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്താൽ സദാ ഭാഗ്യവാനാവാം. അവരുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും വരും, എന്നെപ്പോലെ ഭാഗ്യവാൻ വേറെ ആരുമില്ല. ഇപ്പോൾ സാഗരം, കടലിൽ തന്നെ, സാഗരത്തിൻ്റെ അലകൾ തന്നെ മുക്കാൻ വന്നാലും, സാഗരത്തിൻ്റെ അലകൾ തന്നെ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ മുക്കിക്കളയാൻ വന്നാലും അവർക്ക് ചിന്ത കാണില്ല. യോഗയുക്തമായിട്ടുള്ളവർ സദാ സേഫായിരിക്കും, ഭയപ്പെടാൻ പാടില്ല. മുഴുവൻ കൽപ്പത്തിലും ഈ സമയത്ത് മാത്രമാണ് നിശ്ചിന്ത ജീവിതത്തിൻ്റെ അനുഭവം ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ നിശ്ചിന്തമായിരിക്കും, പക്ഷെ അവിടെ ജ്ഞാനമില്ലല്ലോ, അവിടെ ബാബയില്ല. ഇവിടെ ബാബയുണ്ട്, ജ്ഞാനമുണ്ട്, യോഗമുണ്ട്, അതുകൊണ്ട് നിശ്ചിന്തമായിരിക്കാം. സ്ലോഗൻ, സഹജ പുരുഷാർത്ഥി ബന്നാ ഹേ तो सर्व की दुआओं से स्वयं को भरपूर करो. സഹജ പുരുഷാർത്ഥി ആകണമെങ്കിൽ സർവരുടെയും ആശീർവാദങ്ങളിലൂടെ സ്വയത്തിനെ സമ്പന്നമാക്കൂ. സഹജ പുരുഷാർത്ഥി ആകണമെങ്കിൽ സർവരുടെയും ആശീർവാദങ്ങളിലൂടെ സ്വയത്തിനെ നിറയ്ക്കൂ, സമ്പന്നമാകൂ. അപ്പോൾ ഇന്നത്തെ സോമാനം ഭാഗ്യവാൻ നിശ്ചിന്താത്മ. ഇത് അഭ്യസിക്കണം എല്ലാവരും. ഇന്നത്തെ അവ്യക്ത സൂചന, എന്ത് കാര്യത്തിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ബാബയുടെ പുരുഷാർത്ഥം ആയിക്കോട്ടെ, സേവനം ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും പരിശ്രമം തോന്നുകയാണെങ്കിൽ, കൂടുതൽ ഇത്തിരി ഒരു പരിശ്രമം തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ചെക്ക് ചെയ്യണം. ഞാൻ ഏതെങ്കിലും ശ്രീമത്ത് തെറ്റിച്ചോ, ശ്രീമത്തിന് വെളിയിൽ പോയോ, എന്തുകൊണ്ടാണ് എനിക്ക് പരിശ്രമം തോന്നുന്നത്? അപ്പോൾ സങ്കല്പത്തിൽ, വാക്കിൽ, കർമ്മത്തിൽ എപ്പോഴെങ്കിലും മര്യാദയുടെ രേഖയ്ക്ക് വെളിയിൽ പോയാൽ മായയുടെ ആകർഷണമുണ്ട്, അതാണ് പരിശ്രമം വരാൻ കാരണം. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പരിശ്രമം തോന്നാൻ പാടില്ല ബാബയുടെ ഏതൊരു കാര്യത്തിലും. ഇന്ന് മുഴുവനും നമുക്ക് എന്തു ചെയ്യാം? പുണ്യം സമ്പാദിക്കാം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും പാപം ഉണ്ടാവുന്നില്ലല്ലോ എന്ന് നോക്കണം. പുണ്യത്തിൻ്റെ കണക്ക് ഒരുപാട് ഞാൻ സമ്പാദിച്ച് കൂട്ടാനുണ്ട്. കാരണം സത്യത്തിലേക്കും ത്രേതായത്തിലേക്കും വേണം. പിന്നെ അടുത്ത കാര്യം ചെക്ക് ചെയ്യാനുള്ളത്, നമ്മൾ വിചാരിക്കും ബാബയ്ക്ക് ഞാൻ ലെറ്റർ എഴുതി കൊടുത്തു, എൻ്റെ പാപമൊക്കെ തീർന്നു. അല്ല, ശരിക്കും യോഗം ചെയ്യണം. യോഗം ചെയ്താലേ പാപം തീരും. ഈ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പാപം എത്ര തീർന്നു, എങ്ങനെ അത് തീർക്കാം, പിന്നെ പുണ്യം എത്ര സമ്പാദിച്ചു. ഓം ശാന്തി. मुझको तेरा प्यार मिला, मैं खुश नसीब हूँ बाबा, मुझको तेरा प्यार मिला, पाते
खुश